താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ വളരെ താഴ്ചയിലേക്ക് എത്തി. ഓരോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെ, നമ്മൾ പാപ്പേട്ടൻ നമ്മുടെ കൂടെ ഉള്ളതാണ് നമ്മുടെ ഒരു ധൈര്യം കേട്ടോ. പോകുമ്പോൾ നമ്മൾ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെ ഒരു 25 മീറ്റർ 30 മീറ്ററിൻ്റെ താഴ്ചയിലെത്തി നമ്മളിപ്പം. ഇപ്പം എത്തി. അത്രയും താഴ്ചയിലായി. ഇവിടെ വരുമ്പം കണ്ടില്ലേ, നമ്മൾ ബ്ലോക്ക് ചെയ്തേക്കുന്ന പിള്ളേരൊക്കെ വരുമ്പം ഇതൊരു വലിയ കുളമാണ്. ഇത് പ്രകൃതിദത്തമായ കുളമായത്. നമ്മളുണ്ടാക്കിയൊന്നുമല്ല, ആരും കുത്തിയതുമല്ല. പ്രകൃതിദത്തമായിട്ട് പ്രകൃതി തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഗുഹയായത്. അപ്പം നൂറ്റാണ്ടുകൾ മുമ്പ് ഇതിനു മേൽഭാഗം മുഴുവൻ ഒരു കൂവപ്പാറ എന്ന് പറഞ്ഞൊരു പാറപ്രദേശമാണ്. 400 ഏക്കർ സ്ഥലത്തെ പാറപ്രദേശമാണ്. ആ പാറപ്രദേശത്തിലെ വെള്ളം മുഴുവൻ ഇതിലിങ്ങനെ ഒഴുകി വന്നിട്ട് നമ്മൾ താഴെയായിട്ട് ഇറങ്ങി ചെല്ലുമ്പം കാണാം 2 സൈഡിലേക്കും ഗുഹകളുണ്ട്. അപ്പോൾ ആ വെള്ളം മേളിക്കൂടെ ഒഴുകി വന്നിട്ട് ഇതിൻ്റെ അടിമണ്ണ് അങ്ങ് ഒഴുകിപ്പോയി 2 സൈഡിലേക്കും. ഇത് ഒരു നിരന്ന സ്ഥലമാണ്. പിന്നെ താഴത്തെ ഭാഗത്തോട്ട് ഇറക്കും, ഇങ്ങനെ ഇടത്തും വലത്തും ചെരിവാണ്. അപ്പോൾ ആ 2 സൈഡിലേക്കും ഗുഹയുണ്ട്. അപ്പോൾ അതിലേക്ക് വഴി വെള്ളം പോയിട്ട് അടിമണ്ണ് പോയി കഴിഞ്ഞപ്പം പ്രകൃതി സ്വന്തമായിട്ട് എല്ലാം പാറകളൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പം കാണാം, പാറകളൊക്കെ താഴോട്ട് വീണ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഗുഹയാണ്. പിന്നെ നമ്മൾ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അത്യാവശ്യം ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കൊത്തിയിട്ട് മാത്രമേ ഉള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം പ്രകൃതി ഉണ്ടാക്കിയെടുത്തത്. പഴയ കാലത്ത് പിന്നെ അവിടെ എല്ലാം കാടും പ്രദേശമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറിഞ്ചേരി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1700 പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റായി. ഇതെല്ലാം പണ്ട് ഫോറസ്റ്റായിരുന്നു ഇവിടെയൊക്കെ. അപ്പോൾ അന്നേരം ആൾ താമസം ഇല്ലായിരുന്നു. ഈ നാട്ടിലെ ആദിവാസികൾ മാത്രമേ ഇവിടെ താമസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത് മനുഷ്യനിങ്ങനെ അന്ന് ലൈറ്റൊന്നും ഇല്ല, ഇങ്ങനെ ലൈറ്റൊന്നും ഇല്ല, ചൂട്ട് കത്തിച്ചൊക്കെ ഇറങ്ങുമായിരുന്നു ഇങ്ങനെ വെറുതെ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഇങ്ങനെ സംവിധാനമൊക്കെ ടൂറിസത്തിൻ്റെ വകുപ്പിലായതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. പഴയ കാലത്ത് ഈ പ്രകൃതി സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. മറ്റേ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഗുഹകളല്ല. പിന്നെ ഇപ്പോൾ വെള്ളം അതിനെന്നാ പറയുന്ന സുരംഗാന്ന് പറയുന്നു. കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാക്കിയതല്ല. അപ്പൊ നമ്മുടെ പ്രേമചേച്ചി നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. പ്രേമചേച്ചിയുടെ സ്വന്തം സ്ഥലമാണല്ലോ അത്. ഇത് ടോട്ടൽ എത്ര സെന്റ് ആണ്? ഇത് 2 ഏക്കർ 20 സെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് ഗുഹ ഉണ്ടെന്നുള്ള അറിയില്ലേ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, ഉള്ളിൽ വന്നാലാണ് അതിന്റെ ഒരു വിശാലത അറിയുള്ളൂ. ഈ ഒരു ഗുഹ എവിടേക്കാ പോണത് ശരിക്കും? പുറത്തുനിന്ന് നോക്കുമ്പോ ഇവിടുന്ന് എങ്ങടാ എവിടേക്കാണോ പോണത്? അതിന്റെ ഉള്ളിൽ ഒരു കുളം ഉണ്ടല്ലോ, ആ ഒരു കുളം എവിടെ വരുന്നത്? ഈ ഒരു ഭാഗത്തേക്ക് വരിക. അപ്പൊ നമ്മൾ ആ ഒരു ഗുഹയെ കൂടെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു കുളം അതിന്റെ ഉള്ളിലുള്ളത് ഈ ഒരു ഭാഗത്താണ് അല്ലേ? ഇത് ഇവിടെയാ വരുന്നത് കുളം, ഇവിടെ ഏകദേശം വരുന്നത്. ഈ ഒരു ഭാഗത്താണ് അതിന്റെ കുളം വരുന്നത് കേട്ടോ. ഇതിന്റെ താഴെ നമുക്ക് വലിയൊരു ഗുഹ ഉണ്ടെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒന്നും അറിയാൻ പറ്റില്ല. അത് വെട്ടുകല്ലിലുള്ള കാരണം ഇത്ര സ്ട്രോങ്ങിൽ അങ്ങനെ നിൽക്കുന്നത് അല്ലേ? പിന്നെ ഒരു ഗുഹ ഉള്ളത് എവിടെ? നമ്മള് ഈ ഒരു ഗുഹയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും. അതിനുശേഷം നമ്മൾ എങ്ങടാ ഇതിൽ കൂടെയാണ് അതിന്റെ താഴെ കൂടെ പോകണല്ലേ? നമ്മൾ ഇതിന്റെ അടിയിലൂടെയാണ് ഗുഹ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറി വരുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് ഏത് ഭാഗത്തായിട്ട് വരുന്നത്? അതെ, ഇതിന്റെ അടിയിൽ അപ്പടി ഗുഹ കേട്ടോ. നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഒരു ഗുഹയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ഭൂമിയുടെ അടിയിലുള്ളത്. അതിലൂടെ നമ്മൾ അടിയിൽ കൂടെ നേരത്തെ നടന്നു വന്നപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന കയറി വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അല്ലേ? ഇത് 2ാമത്തെ ഗുഹയല്ലേ ശരിക്കും? അപ്പൊ ആ ഒരു ഗുഹയിൽ നിന്ന് കയറിയിട്ട് ഇവിടേക്കാണോ വരുന്നത്? ഇതിലേക്കാണ് എത്തുന്നത് അല്ലേ? അപ്പൊ എന്തായാലും നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിൽ പോയി കാണാം. അപ്പൊ നമ്മളിവിടെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അല്ലേ? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തനുള്ള ഒരു സ്റ്റെപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റീലിന്റെ സ്റ്റെപ്പാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ പ്രകൃതി താനെ ഒരുക്കിയിട്ടുള്ള ഒരു ഗുഹയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോണത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ഇവിടെ കട്ട് ചെയ്തിട്ടോ അങ്ങനെ ഒന്നുമില്ല, ഓട്ടോമാറ്റിക് ഇവിടെ ഇങ്ങനെ വെള്ളം ഇറങ്ങിയിട്ടുള്ളതാണ് അല്ലേ ചേട്ടാ? അതെ അതെ അതെ. അപ്പൊ ഇവിടെ വരുമ്പോ നല്ല തണുപ്പാണല്ലോ ഇതിന്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇവിടുന്ന് നമുക്ക് അതെല്ലാം സെറ്റപ്പ് ചെയ്യാന്ന്. അതെ അതെ. ഈ നമ്മൾ ഇതാ താഴത്തെത്തിയിട്ടുണ്ട്. താഴത്തെത്തി കഴിഞ്ഞാൽ ഇതല്ലേ ഇവിടെ ഒരുപാട് ഇങ്ങനെ ഇടിഞ്ഞു വീണൊക്കെയാണ് അല്ലേ? ഇത് ഇടിഞ്ഞു വീണത് ഞാൻ പറഞ്ഞില്ലേ, വെള്ളം അടിവഴി ഒഴുകി പോയി കഴിഞ്ഞപ്പം ബന്ധം വിട്ട കല്ലുകളൊക്കെ താഴോട്ട് വീണ് കിടക്കുന്നുണ്ട്. അതെ അതെ. ഒരു 150 വർഷത്തിനിടയ്ക്ക് ഇതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ചലനോ ഭൂമിയിലൊക്കെ ഉണ്ടായെങ്കിൽ വല്ല മാറ്റം വന്നെങ്കിൽ, അല്ലാണ്ട് ഒരു 100-200 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഇതുവരെ മാറ്റം വന്നിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് താഴ്ചയിലേക്കൊക്കെ പോയിട്ടുണ്ടല്ലോ അല്ലേ? ഒരുപാട് താഴ്ചയിലേക്ക് പോവുക. നമ്മുടെ ചേട്ടന്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തെ
നേരത്തെ ഒരു 5-6 വർഷമായി തുടങ്ങിയിട്ട്. അന്നേരം ഇത് വരുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് ലൈറ്റ് കൊടുത്താതെ ലൈറ്റ് ഇവിടെ തന്നെ സെറ്റപ്പ് ആക്കിയേക്കാണല്ലേ? അല്ല, അന്ന് ലൈറ്റ് ഇട്ടായിരുന്നേ. അത് ഞങ്ങൾക്ക് നഷ്ടമായോണ്ടേ ഇതെല്ലാം എവിടെയോ കറുത്തായിരുന്നു, അതുകൊണ്ട് അത് നിർത്തിയിട്ട് ഇപ്പൊ ഈ കറുത്ത ലൈറ്റ് കൊടുക്കുന്നത്. അന്നേരം ഇവിടെ വന്നിട്ട് കാര്യമില്ല, ലൈറ്റ് ഇല്ലാണ്ട് വരാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇത് ഇതിലൊരു പൈപ്പ് ഒക്കെ പോയിട്ടുണ്ടല്ലോ, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞ നമ്മൾ ലൈറ്റ് കൊടുത്തിരുന്നു നേരത്തെ. അപ്പൊ അന്നേരം വന്നവരൊക്കെ പറഞ്ഞു ഇങ്ങനെ നമ്മള് ഈ പ്രകാശത്തിൽ കൂടെ പോകുന്നേക്കാളും നല്ലതേ ഈ ലൈറ്റ് കൊണ്ട് പോകുമ്പോഴാണ് അതിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ കൊത്തി ഉണ്ടാക്കിയതാണ്. ഇങ്ങോട്ട് വരുന്ന സ്റ്റെപ്പ് നമ്മൾ കൊത്തി ഉണ്ടാക്കിയതാ. അത് പഴയ കാലത്ത് ഇതുപോലെ തന്നെ കിടക്കുമായിരുന്നു. ഇതുപോലെ തന്നെ കിടക്കുമായിരുന്നു. അപ്പോൾ അതിലെ വഴി ഇങ്ങനെ ചാടിയൊക്കെ വേണമായിരുന്നു ഞാൻ അങ്ങ് പോയി കാണാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നമ്മളിത് ഈ ടൂറിസത്തിൻ്റെ ഭാഗത്ത് പിള്ളേരൊക്കെ വരുന്നതിൻ്റെ കാലം ഇത് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്ന വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒറ്റയ്ക്ക് വരുമ്പോൾ തീർച്ചയായും പേടിച്ചു പോട്ടോ. ഒറ്റയ്ക്ക് അങ്ങനെ ആരും ഇതിനകത്തോട്ട് ഇറക്കി വിടലില്ല. ആരെങ്കിലും കൂടെ വരും. അപ്പൊ നമ്മളിത് ആ സ്റ്റെപ്പുകൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇത് മനോഹരമായ സ്ഥലങ്ങളാണ് കണ്ടോ. ഇതിന്റെ പായങ്ങാല പെയിന്റ് അടിച്ച പോലെയല്ലേ സംഗതി. വെട്ടുകല്ലുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. വെട്ടുകല്ലിന് വെള്ള പെയിന്റ് അടിച്ച പോലെയാണ്. ഭംഗിയിലാണ് നമുക്കത് കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ വളരെ താഴ്ചയിലേക്ക് എത്തി. ഓരോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെ അതെ, നമ്മൾ പാപ്പേട്ടൻ നമ്മുടെ കൂടെ ഉള്ളതാണ് നമ്മുടെ ഒരു ധൈര്യം കേട്ടോ. പോകുമ്പോ നമ്മൾ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെ ഒരു 25 മീറ്റർ 30 മീറ്ററിൻ്റെ താഴ്ചയിലെത്തി നമ്മളിപ്പം. ഇപ്പം എത്തി. അത്രയും താഴ്ചയിലായി. ഇവിടെ വരുമ്പം കണ്ടില്ലേ, നമ്മൾ ബ്ലോക്ക് ചെയ്തേക്കുന്ന പിള്ളേരൊക്കെ വരുമ്പം ഇതൊരു വലിയ കുളമാണ്. ഇത് പ്രകൃതിദത്തമായ കുളമായത്. നമ്മളുണ്ടാക്കിയൊന്നുമല്ല, ആരും കുത്തിയതുമല്ല. ഇത് ഭൂമി ഈ ഭൂമി ഉണ്ടാക്കിയെടുത്ത ഒരു കുളമാണ് കേട്ടോ ഈ ഗുഹയുടെ അടിയിൽ. നമുക്ക് എവിടെ കാണാൻ പറ്റും ഇങ്ങനെ ഒരു പ്രകൃതി വെള്ളത്തിന്റെ ഒരു വലിയ സ്രോതസ്സായത്. വെള്ളത്തിന്റെ ഒരു വലിയ സ്രോതസ്സായത്. എത്ര അടിച്ചാലും പറ്റിപ്പോകുന്ന വെള്ളം പറ്റിപ്പോവില്ല. വർഷക്കാലം വേനൽക്കാലം ഒക്കെ വെള്ളം തന്നെ. വേനൽക്കാലത്താണല്ലോ വെള്ളത്തിന് ആവശ്യം കൂടുതൽ. അപ്പൊ എത്ര മോട്ടർ വെച്ചടിച്ചാലും ഈ വെള്ളം പറ്റത്തില്ല. ഇതിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ വെള്ളപ്പോ? ഇല്ല, കൃഷിക്ക് ഉപയോഗിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. കൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് വെള്ളം എടുക്കുന്നുണ്ട് അല്ലേ? ഇത് ഇവിടുന്ന് വീഴരുത് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ. ഇത് നമ്മളെ പണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് വേണമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ഇത്രയും ദൂരം, ഈ കാണുന്ന ദൂരം ഇല്ലേ, അതിപ്പോ നമ്മൾ ഇങ്ങനെ വരുന്നവർക്ക് കാണുന്ന തലമുറ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ വഴിയാക്കിയതാ ഇങ്ങോട്ട്. അത് ശരി. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ കണ്ടില്ല, നല്ല വൃത്താകൃതിയിൽ ഭയങ്കര ഒരു സ്ഥലം. എന്താ അതിനെ പറയണ്ട, ഇങ്ങനെ വൃത്താകൃതിയിൽ ഇങ്ങനെ പള്ളിയുടെ ഒക്കെ മകുടം എന്നാ അതിന് പറയുന്നേ. അതെ അതെ, തീർച്ചയായും. ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ വവ്വാലുകളില്ലേ, വവ്വാലിന്റെ കുട്ടികളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു സ്റ്റേജ് ഒരുക്കിയ പോലെ ഇങ്ങനെ ആക്കിയെടുത്തതാണ്. അങ്ങനെ ആക്കിയതാണ്. ഇങ്ങനെ ആക്കിയെടുത്ത. അപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ആയിരുന്നു കുളം, പ്രധാനപ്പെട്ട കുളം. അപ്പൊ നമ്മളിങ്ങനെ വരുന്നവർക്ക് കാണാൻ നിൽക്കാനും വേണ്ടിയിട്ട് ഇവിടെ മണ്ണിട്ട് ഇങ്ങനെ ആക്കിയെടുത്താണ്. അപ്പൊ ഞാൻ മേളിൽ നിന്ന് പറഞ്ഞില്ലേ 2 സൈഡിലേക്കും ഗുഹ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഗുഹ ഇങ്ങോട്ട് പോകുന്നു വെള്ളത്തിന്റെ ഒഴുക്ക്. അതിങ്ങനെ കുറിഞ്ചേരി തോട്ടി പോയി ചേരും. ഒരെണ്ണം നമ്മളിവിടെ അടച്ചു. അതിങ്ങനെ പാങ്കയം പുഴയിലോട്ട് പോയി ചേരുന്നു. അങ്ങനെ 2 ഗുഹകൾ 2 സൈഡിലേക്കും. ഈ പാറ നിരപ്പാണല്ലോ, 2 സൈഡും മലയുടെ ചെരുവാണ്. അപ്പൊ 2 സൈഡിലേക്കും പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഇതിപ്പോ നമ്മൾ അതിന്റെ എൻഡിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് നൂറ്റാണ്ടുകൾ ഇങ്ങനെ വെള്ളം ഒഴുകി വന്ന് ഈ 2 സൈഡിലേക്ക് അടിയിൽ മണ്ണ് അങ്ങ് ഒഴുകി പോയി കഴിഞ്ഞപ്പം പ്രകൃതി ബന്ധം വിട്ട കല്ലുകളൊക്കെ മണ്ണും താഴോട്ട് വന്ന് കുറച്ച് സ്ഥലമെല്ലാം അവിടെ മേളിൽ നിന്നു. അതാണ് ഈ ഗുഹ. അപ്പം ഇവിടെ ഇപ്പം ഒരു 200-300 വർഷമായിട്ട് ഇപ്പം ഇങ്ങനെ തന്നെയാണ്. ഓർമ്മ
ഇവിടെ നമ്മൾ വരുന്നതിന് മുമ്പ് ഒരു 2-3 തലമുറ മുമ്പത്തെ ആൾക്കാരുമായിട്ട് നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ആളെ അറിവാണ് നമുക്ക്. അപ്പോൾ എന്നോട് ഇത്ര പ്രായമായിരുന്നു, അല്ല ഒരു 3 തലമുറ മുമ്പുള്ള മനുഷ്യരുമായിട്ട് നമുക്ക് പരിചയമുണ്ട്. പിതാക്കന്മാർ പറഞ്ഞുള്ള അറിവാണല്ലോ എല്ലാവരും. ഇപ്പം നമ്മളെ പഠിക്കുന്നതെല്ലാം അങ്ങനെ തന്നെയല്ലേ, നമ്മൾ മുമ്പേ ജീവിച്ചിരുന്നവർ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നമ്മളിപ്പം പറയുന്നത്. ഇപ്പോഴാണ് ഇത് അറിയപ്പെട്ടത്. ഇപ്പം പഴയ കാലത്തൊന്നും ഇതൊന്നും വലിയ കാര്യമല്ല, ഒരു പ്രാധാന്യം ഇതിനില്ല, ഒരു ഗുഹ അത്രയേ ഉള്ളൂ. ഇപ്പോഴാണ് വിനോദത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴാണ് പിള്ളേർക്കൊക്കെ വലിയ കൗതുകമായിട്ട് തോന്നുന്നത്. ഇപ്പം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കഞ്ഞി കുടിക്കുന്ന അരിയില്ലേ, ആ അരി എവിടെ നിന്ന് അവനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയത്തില്ല. അത് വേറൊരു കാര്യം. അത് ആ നെൽച്ചെടി എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയത്തില്ല. അത് പഴയ കാലത്തെ രീതി അങ്ങനെയാണ്. ഇപ്പം അന്ന് ഇതൊന്നും ഒരു പ്രാധാന്യമുള്ള കാര്യമല്ല പഴയ കാലത്ത്. ഇപ്പോഴാണ് ഇതെല്ലാം വലിയ വിനോദത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വലിയ ആൾക്കാരൊക്കെ വന്ന് കുറേ നേരം വിശ്രമിച്ചൊക്കെ ഇങ്ങനെ പോകുന്നത്. നല്ലൊരു തണുപ്പാണ് നല്ല കൂളിങ്ങാ. പുറത്ത് നല്ല ചൂടാണ്, പക്ഷെ ഉള്ളിൽ വന്നപ്പോ നല്ലൊരു അത്യാവശ്യമല്ലേ 36-37 ഡിഗ്രി ചൂട്. ഇതിനകത്ത് ഇപ്പം ഒരു കൂടി വന്ന ഒരു 18 ഭൂമിയെ സൃഷ്ടിച്ചപ്പം 17 ഡിഗ്രിക്കാ ഭൂമിയെ സൃഷ്ടിച്ചെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇപ്പം അത് 36-40 41 ആയി. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ഇതിന്റെ ഇതെല്ലാം അങ്ങോട്ട് എടുത്തു, അത് കണ്ടില്ല, അത് മേളിൽ നിന്ന് ഇങ്ങനെ ഉറവ പൊട്ടിയിട്ടേ ഉറവ പൊട്ടി ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കുന്നത്. വെള്ളം വന്നോണ്ടിരിക്കും. അപ്പൊ ഒരുപാട് ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉണ്ട്. മഴക്കാലത്ത് ഇവിടെ ആളുകളെ പിന്നെ മഴക്കാലം ആകുമ്പോൾ ഇത് കണ്ടില്ല, വാട്ടർ ലെവല് ഇത്രയും ഉയരത്തിൽ 1-1.5-2 ആൾ ഉയരത്തിൽ വെള്ളം വന്ന് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യും. അതിന്റെ ഒരു വരയാണ് വാട്ടർ ലെവല്. നമ്മുടെ തലക്കാളും പൊക്കത്തിൽ വെള്ളം ഇവിടെ വന്ന് സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് 2 സൈഡിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും വെള്ളം. അങ്ങനെ പ്രകൃതി സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. നമുക്കിപ്പം മനുഷ്യനെ ഇതിന് ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയെടുക്കാനാകത്തില്ല. മനുഷ്യനിങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ മുടക്കേണ്ട വരും. ഇത് പ്രകൃതി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഇത്രയും തലമുട്ടല്ലേ, ഇത്രയും വിസ്തൃതമായ ഒരു ഗുഹ ഈ പ്രദേശത്തൊന്നും ഇല്ല കേട്ടോ. വളരെ ശ്രദ്ധിച്ചു വഴുകുന്ന സ്ഥലമാണ്. അതാ വെള്ളമുള്ളതുകൊണ്ട് അവിടെ. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുമ്പോ നമുക്ക് അതിശയം തോന്നിട്ടോ. വിസ്തൃതമായ ഗുഹയല്ലേ നോക്കിയാ, ഇതല്ലേ വലിയ ആർച്ച് രീതിയിലുണ്ടോ, പ്രകൃതി സ്വന്തമായിട്ട് ആർച്ച് പോലെ ആക്കി എടുത്തേക്കുന്നത്. വെള്ളം ഇങ്ങനെ ഒഴുകി പോയിട്ടാവൂലേ? ഒഴുകി ഉണ്ടായതാ ഇങ്ങനെ. വെള്ളത്തിലൂടെ പോയിട്ടുണ്ടാവണല്ലേ. നൂറ്റാണ്ടുകൾ ഇപ്പം മനുഷ്യന്റെ ചരിത്രം പറയുമ്പോൾ 5500-6000 വർഷത്തെ ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ അന്ന് കാലത്തോട്ടെ മഴ പെയ്തിട്ടേ ഇങ്ങനെ ഉണ്ടായത്. ഇത് കണ്ടില്ലേ, ലൈറ്റ് ഫിറ്റ് ചെയ്ത് തന്നെ അതിപ്പോ ഓഫ് ചെയ്തേക്കുക. അപ്പൊ ഇനി ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയിക്കുള്ളൂ. ഇതിലേ പോവാം. ഇനി എന്തെങ്കിലും ഇത് അവസാനിച്ചോ? ഇല്ല, നമ്മള് പോവല്ലേ, ഗുഹയുടെ ആരംഭത്തിൽ എത്തിയതേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ശരി, ഞാൻ വിചാരിച്ചു അവസാനം പോകാൻ കണ്ടത്. ഇനി ആ സൈഡിൽ കൊണ്ടല്ലേ? ആ സൈഡിൽ കൂടെ ഇങ്ങനെ പോണം. നമുക്ക് സൈഡിൽ കൂടെ ഇത് നമ്മളിങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ടേ ആക്കിയെടുത്തതായത്. ഒരു ചെറിയ വഴിത്താര പോലെ പിള്ളേരൊക്കെ വരുമ്പോൾ തട്ടിമുട്ടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ ആക്കിയെടുത്തത്. അതിന്റെ മുകളിലാണ് നമ്മൾ ഇറങ്ങി വന്നത് അല്ലേ? അതിപ്പം ഒരു 4 മണിയാകുമ്പോൾ ആ പ്രകാശം അവിടുന്ന് വന്നിട്ട് നമ്മള് ഈ ഒരു വഴി കൂടെ പോയിട്ടാണ് ഇപ്പൊ വരുന്നത്. അതുപോലെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ അടുത്തൊരു വഴിയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടേക്കും സ്ഥലം ഉണ്ട് എന്നാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത്. നമുക്ക് പിന്നാലെ പോയി നോക്കാം. സിനിമാക്കാരെ വന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അതെ അല്ലേ? സിനിമാക്കാര് 2-3 സിനിമാക്കാര് വന്നായിരുന്നു. കിളികളുടെ സൗണ്ട് ഒക്കെ വരുന്നുണ്ട് അല്ലേ? അതാ നമ്മുടെ ആ നരിച്ചീറ. അത് മാത്രമേ ഉള്ളൂ. പണ്ട് പ്രാക്കളൊക്കെ ഇവിടെ വന്ന് കൂട് കൂട്ടുമായിരുന്നേ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യൻ ഇറങ്ങുന്നുണ്ടേ. ഈ അമ്പലപ്രാവില്ലേ, കണ്ടിട്ടില്ലേ അതിനെ? അമ്പലപ്രാവ് ഇതിനകത്ത് വന്ന് കൂട് കൂട്ടുമായിരുന്നു. അപ്പൊ 100 കണക്കിന് പ്രാക്കൾ ഇതിനകത്ത് നിന്ന് അന്നേരം പറന്നു പോകും രാവിലെ. അത് ശരി. വൈകുന്നേരം ആകുമ്പോൾ വന്ന് കൂട് കൂടും. ഇത് നമ്മൾ ഇറങ്ങി വന്ന ഭാഗം.
ഇവിടെ നമ്മൾ ഇറങ്ങി അതില്ല, വന്നത് പ്രകാശം ഇങ്ങോട്ട് കടന്നു പ്രകാശം വരുന്നുണ്ടോ? അവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോയി അതെ, ഇനി നമ്മൾ നേരെ നമ്മൾ വേറെ ഗുഹയിലേക്ക് സൈഡിലേക്ക് പോവാണ്. അടുത്ത ഗുഹയിലേക്ക് പോവാ. അപ്പൊ നമ്മുടെ പ്രകൃതിയാൽ രൂപപ്പെട്ട ഈ ഒരു ഗുഹകളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കണില്ല. നമ്മുടെ പാപ്പേട്ടൻ പറഞ്ഞിട്ടുള്ള ഇനി ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാൻ നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളൂ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 1-2 എപ്പിസോഡ് ആയിട്ടായിരിക്കും അടുത്ത വീഡിയോസ് വരുന്നുണ്ടാവുക. ഈ ഒരു വീഡിയോ ലെങ്ത് ആവുന്നത് കൊണ്ട് തന്നെ. അപ്പൊ നമുക്ക് അടുത്തൊരു എപ്പിസോഡിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ഗുഹയിലേക്ക് പോവാ. ഇതെന്ന് പറയുമ്പോൾ ഇതിന് ഒരു 100-150 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇതിനകത്ത് നിന്ന് വെള്ളം എടുത്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അങ്ങേറ്റത്ത് എത്തുമ്പോൾ ഒരു കുളമുണ്ട് അവിടെ. പ്രകൃതിദത്തമായ ഒരു വെള്ളത്തിന്റെ സ്രോതസ്സുണ്ട്. അപ്പൊ മനുഷ്യൻ ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് താമസിച്ചുകൊണ്ടിരുന്നപ്പം കന്നുകാലി വളർത്തായിരുന്നു അന്നത്തെ പ്രധാന തൊഴില്, കൃഷി. അപ്പൊ ഈ തെങ്ങും കാവുങ്ങും അതുപോലെയുള്ള നെല്ലിനുമൊക്കെ ചാണകമാണ് പ്രധാനമായിട്ട്. ഇന്നത്തെ പോലെ രാസവളമല്ല ഇടുന്നത്, ചാണകം ആണ് ഇടുന്നത്. അപ്പം കന്നുകാലിയെ വളർത്തലാണ് പ്രധാന തൊഴിൽ. അപ്പോൾ ഈ കന്നുകാലി, ഈ പ്രദേശത്തുള്ള കന്നുകാലികളെ മുഴുവൻ തീറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും ഈ പാറയ്ക്ക്. അപ്പോൾ ഇതിനകത്തു നിന്നാണ് വെള്ളം എടുത്തിട്ട് ഉച്ചയാകുന്ന സമയത്ത് കന്നുകാലികൾക്ക് ഇവിടുന്ന് കോരി കൊടുക്കും. കന്നുകാലിയെല്ലാം ഇങ്ങനെ കൂട്ടം